മമ്മൂട്ടി ചേട്ടൻ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബസൂക്ക. ആ സിനിമയുടെ 10ാം ദിവസത്തിലേക്ക് ഇപ്പോഴത്തെ മമ്മൂട്ടി ചിത്രം എത്തപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടിയെ കൂടാതെ ദിവ്യ പിള്ള, ഷൈൻ ടോം ചാക്കോ, ഐശ്വര്യ മേനോൻ, ഒപ്പം തന്നെ സിദ്ധാർത്ഥ ഭരതൻ, GVM തുടങ്ങി വലിയ താരനിര ഭാഗമായ ഈ ഗെയിം ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമ ആ സിനിമയുടെ 10ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് സിനിമയ്ക്ക് കേരള ട്രാക്കിങ്ങിന്റെ കാര്യത്തിൽ ദുഃഖ വെള്ളിയാഴ്ച പോലെ തന്നെ ദുഃഖ ശനിയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 13 ലക്ഷത്തിന് മുകളിൽ ഇന്ന് കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്നലെ 25 ലക്ഷത്തോളം കേരള ഗ്രോസ് വന്നെങ്കിൽ ഇന്ന് 20 ലക്ഷത്തിൽ പരം കേരള ഗ്രോസേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ബസൂക്കയുടെ ആകെ 10 ദിവസത്തെ കേരള ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് 12 കോടി 50 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ മാത്രമാണ്. കേരള ഷെയർ 5 കോടി മാത്രം പിന്നിട്ട് സിനിമയ്ക്ക് ഒട്ടും മികച്ച കളക്ഷനെയല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇതിനിടയിൽ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് ഫിഗേഴ്സ് വന്നിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താഴേക്ക് ലക്ഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞതെങ്കിൽ പോലും 1 കോടി രൂപയാണ് നിലവിൽ പ്രതിദിനം സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 10 ദിവസങ്ങൾ കൊണ്ട് 26 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.